ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ V3 സ്റ്റാർ ജോഡിയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വിഷുവൊക്കെ ആയിട്ട് ഞങ്ങളിതാ അമ്പലത്തിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന അമ്പലത്തിൽ കുറേ അമ്പലങ്ങളിലൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അത് ഒരുമിച്ച് ക്ഷേത്രങ്ങളാണ്. അപ്പോൾ നമുക്കവിടെ അമ്പലമെത്തി. നമുക്കിനി അമ്പലത്തിൽ പോയി ദർശനമൊക്കെ കണ്ട് അമ്പലം എല്ലാം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. ഇത് ഫുള്ള് ക്ഷേത്രത്തിന്റെ ഏരിയ ആണ്. ഓരോരോ ക്ഷേത്രങ്ങളായിട്ട് നമുക്ക് കാണാം. ആദ്യം തന്നെ ഞങ്ങൾ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് പോവാന്ന് വിചാരിക്കുന്നു. മലയാളികളുടെയാണ്. മണ്ഡപം ചെറിയൊരു കുളയിൽ ആമ ഇരിക്കുന്നു. എത്ര ആമകള്, നിറയെ ആമകളുണ്ട്. നല്ല രസമുണ്ട്. നല്ല ക്ഷേത്രം, നല്ല ചുറ്റുപാടും കണ്ടില്ലേ, എന്ത് രസമാണ്. ഫുള്ള് മലയാളീസിൻ്റെ ആണ് കേട്ടോ. നമ്മുടെ മലയാളികൾ മൊത്തം അവിടെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളിതാ ആദ്യം തന്നെ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. കൊടിമരം ഇനിയിപ്പോൾ അകത്ത് പോയി നോക്കാം. വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല തോന്നുന്നു. എന്തായാലും കയറി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളിത് അകത്ത് കയറി. ഞാൻ പെട്ടെന്ന് വീഡിയോ കുറച്ച് എടുത്തതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഫോണ് നോക്കിയാണ് വീഡിയോ എടുക്കാനൊന്നും പാടില്ല. പ്രത്യേകിച്ച് മലയാളികളുടെ അമ്പലം ആയത് കാരണം നല്ല സ്ട്രിക്റ്റാണ്. അപ്പം എന്നിട്ടും ഞാൻ ചെറുതായിട്ടൊക്കെ വീഡിയോ എടുത്തു. അപ്പോൾ ഇത്രയൊക്കെ എടുക്കാൻ കഴിഞ്ഞുള്ളൂ. നല്ല അമ്പലമായിരുന്നു കേട്ടോ. ഗണപതിൻ്റെയാണ്. അവിടെ ബോർഡും ഉണ്ടായിരുന്നു, വീഡിയോ ഒന്നും എടുക്കരുത്, ഫൈനുണ്ട്, 500 rupees എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ വേഗം ഫോണ് മാറ്റി വെച്ചു കേട്ടോ. ഇതാണ് നമ്മൾ ഓരോ അമ്പലം കഴിഞ്ഞ് അടുത്ത ടെമ്പിളിലേക്ക് പോകേണ്ട വഴിയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ അടുത്ത അമ്പലത്തേക്ക് പോകണം. ഇത് ഏതാണെന്ന് നമുക്ക് നോക്കാം. നല്ല തമിഴ്നാട് സ്റ്റൈലിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മനോഹരമായിരിക്കുന്നു. അതിമനോഹരം. കൊടിമരം, മണ്ഡപമാണ് കാണുന്നത്.
നല്ല വലിയൊരു മണ്ഡപമാണ്. ഏതാ മെയിൻ എൻട്രൻസ്? ഇതാണോ? തെലുങ്കിലാണ് ഫ്രണ്ട്സ് എഴുതി വെച്ചത്, അതൊന്നും വായിക്കാൻ അറിയില്ല. ദേവിയാണോ വിഷ്ണു ആണോ ഒന്നും അറിയില്ല, എന്തായാലും പോയി നോക്കാം. ഇവിടെ ആഞ്ജനേയന്റെ ഉണ്ട്. ഫ്രണ്ട്സ് ഞങ്ങളിതാ ഇത് വെങ്കടാചലപതിന്റെ അമ്പലമായിട്ട് ഞങ്ങളകത്ത് നമുക്ക് വീഡിയോ ഒന്നും അലൗഡ് അല്ല, അതുകൊണ്ട് അകത്തെ വീഡിയോ പകർത്താൻ പറ്റില്ല. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അടുത്ത അമ്പലത്തിലേക്ക് പോവാം നമുക്ക്. ഫ്രണ്ട്സ് ഇത് ദേവിയുടെ ക്ഷേത്രമാണ്, ശക്തിയാണ് തോന്നുന്നു. അപ്പം നമുക്ക് അടുത്ത് നേരെ ഓപ്പോസിറ്റ് തന്നെ ശിവന്റെ ഉണ്ട് കേട്ടോ. അപ്പൊ അവിടൊക്കെ പോകാൻ പോവാണ്. ശിവക്ഷേത്രമാണ്. ഉള്ളില് ഫോൺ അലൗഡ് അല്ല, അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഞങ്ങളിതാ ശിവന്റെ അവിടെ ദർശനം കഴിഞ്ഞു. നല്ലൊരു ക്ഷേത്രമായിരുന്നു, നല്ല ദർശനമായിരുന്നു. ഇവിടെ കാലഭൈരവൻ ഉണ്ടായിരുന്നു, പിന്നെ മുരുകൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത അമ്പലത്തേക്ക് പോവാം. നല്ല മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബദാം മരം, ഇത് നല്ല ഒരു ബദാം മരം, നല്ല ഷെയ്ഡാണ്. ഈ വെയിലത്ത് ഇത് കുറച്ച് ആശ്വാസമാണ്. ഈ ഷെയ്ഡിൻ്റെ താഴെ കുറച്ച് തണലൊക്കെ കിട്ടും. സായിബാബയുടെ അമ്പലമാണ് ഇത്. ഇത് പുട്ടപ്പർത്തി സായിബാബയിലാണ്. ഞങ്ങളിവിടെ കയറാൻ പോകും. ഉള്ളിലുള്ളത് അറിയില്ല, എത്രയും കുറച്ചുകൂടെ ഉള്ളിലേക്കാണ് സായിബാബയുടെ ക്ഷേത്രം. നോക്കി ഫ്രണ്ട്സ്, എന്ത് രസം. നമുക്ക് സ്റ്റെപ്സൊക്കെ ഇത്രയും മുകളിലേക്ക് കയറി പോണം. എന്താ രസം. അകത്തൊന്നും നമുക്ക് ക്യാമറ എടുക്കാൻ പറ്റാത്ത കാരണം ഇങ്ങനെ കണ്ടോളൂ.
നല്ല പീസ്ഫുള്ളായ സ്ഥലമാണ്. മണ്ഡപങ്ങൾ അവിടെ 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 നല്ല നിറയെ മണ്ഡപങ്ങളുണ്ട് കേട്ടോ. അവിടെ ഇവിടെ ഒരു മണ്ഡപമുണ്ട്, പിന്നെ കുറച്ചപ്പുറത്തേക്കായിട്ട് അതൊരു മണ്ഡപം. ഇതെന്താ സംഭവം? അവിടെ എന്തോ പൂജ നടക്കുന്നുണ്ട്. ഇവിടെ മാത്രം ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ അയച്ചു, വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. അതുകാരണം നിങ്ങൾക്കിത് കാണാൻ കഴിയും. ഇവിടെ എല്ലാ ആഴ്ചയും ഞായറാഴ്ചകളിൽ അന്നദാനം ഉണ്ടെന്ന് പറയുന്നു. അതാണ് ചേട്ടനായിട്ട് പറയുന്നത്. ഇതൊരു ക്ഷേത്രമാണ്. നല്ല വൈറ്റ് കളർ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗോപുരം നന്നായിട്ടുണ്ട്. അടുത്ത നമ്മൾ അങ്ങോട്ടേക്ക് പോവാം. നമ്മളിനി പോകാൻ പോകുന്നത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ്. നമ്മൾ കണ്ടില്ലേ മുകളിലെ ഗോപുരം വൈറ്റ് കളറിൽ, ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. അങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത്. ബാലകൃഷ്ണ ക്ഷേത്രം പൂജ നടക്കുന്നുണ്ട്. ഗോപുരം കൊടിമരം, ഇതാണ് കൊടിമരം. കൃഷ്ണ ഭഗവാൻ ഇവിടുത്തെ നല്ല വലിയ പ്രതിഷ്ഠയാണ് കേട്ടോ. കൃഷ്ണന് 2 ദേവിമാരും അടുത്ത് ഇരിപ്പുണ്ട്. നല്ല ക്ഷേത്രമായിരുന്നു ശ്രീകൃഷ്ണ ക്ഷേത്രം. നല്ല വലിയ പ്രതിഷ്ഠയായിരുന്നു കൃഷ്ണന്റെ. ഞങ്ങളിതാ ഇവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോ ഏകദേശം ക്ഷേത്ര ദർശനങ്ങൾ എല്ലാം കഴിഞ്ഞു. മുൻപ് 2-3 അമ്പലങ്ങൾ ഇനിയും ഉണ്ട് കാണാൻ. പക്ഷെ ഞങ്ങള് കുറച്ച് തിരക്കുള്ളത് കാരണം ഞങ്ങളിത് അവിടെ ഇറങ്ങി
ഏകദേശം അമ്പല ദർശനങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് തിരക്കുണ്ട്. ഞങ്ങൾക്ക് പുറത്ത് കുറച്ച് പണികളൊക്കെ ഉള്ളത് കാരണം അതെല്ലാം ചെയ്ത് പിന്നെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. എന്തായാലും നല്ല രസമുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ചേട്ടൻ എന്താ വണ്ടി എടുത്തു, ഞാനിതാ കയറാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അമ്പലങ്ങളും അവിടുത്തെ